നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ളായി കാണുകയാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിലിരുന്നുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതും നമുക്ക് പുറത്തുനിന്നൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ഒരു ഐറ്റം വെച്ചിട്ടാണ് ഇന്ന് സോപ്പ് മേക്ക് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഐറ്റാണ് നമ്മുടെ ഉലുവ. അപ്പൊ ഈ ഉലുവ വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഫെനുഗ്രീക്ക് നമുക്കിത് ഹെയറിലേക്കും യൂസ് ചെയ്യാൻ പറ്റും, സ്കിന്നിലേക്കും യൂസ് ചെയ്യാൻ പറ്റും. രണ്ടിനും പറ്റുന്ന ഒരു സോപ്പാണ് കേട്ടോ. സ്കിന്നിലേക്കാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഗ്ലോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു സോപ്പാണ് കേട്ടോ. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ല സൂപ്പറാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല മോയ്സ്ചർ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോപ്പാണ്. അതുപോലെ തന്നെ ഹെയറിൽ നമുക്ക് ഹെയർ ഫോൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ആക്കാനൊക്കെ നമ്മുടെ ഈ ഒരു ഉലുവ സോപ്പ് സഹായിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇത് നമ്മുടെ ഉലുവയുടെ പൊടിയാണ് കേട്ടോ. ഉലുവ നമ്മൾ കഴുകി ഉണക്കി പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. ഞാൻ ആഴ്ചയിൽ ഒരു തവണ ഈ ഉലുവപ്പൊടി മുഖത്ത് പാലിൽ മിക്സ് ചെയ്ത് തേക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഹെയറിലേക്ക് ഹെയർ പാക്ക് ഒക്കെ ഇടുമ്പോൾ അതിലേക്കൊക്കെ ഞാൻ ഈ പൗഡർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ പൗഡർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ 2-3 മാസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവും കേട്ടോ. അതുപോലെ ചെറിയൊരു പാത്രത്തിലാണ് ഞാൻ ഇങ്ങനെ പൗഡർ പൊടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേറയുടെ ജെല്ലാണ് കേട്ടോ. പിന്നെ നമുക്ക് ഹണി ഉണ്ടെങ്കിൽ ആ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിനും വൈറ്റമിൻ അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. ഇനി നമ്മുടെ സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ഇന്ന് ഗ്ലിസറിന്റെ സോപ്പ് ബേസിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഗോഡ് മിൽക്കിന്റെ വീഡിയോ ചെയ്തപ്പോൾ കുറെ പേര് ഗോഡ് മിൽക്കിൽ എല്ലാ സോപ്പും ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വൈകാതെ തന്നെ ഓരോ സോപ്പുകളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടാ. അപ്പോ കഴിഞ്ഞ ദിവസം ചെയ്ത ബീട്രൂട്ടിന്റെ സോപ്പ് ഒരുപാട് ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വൈകിക്കണ്ട, നേരെ സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്ലിസറിന്റെ സോപ്പ് ബേസ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ. അപ്പൊ കുറെ പേര് ഇപ്പോഴും പറയുന്നുണ്ട് സോപ്പിന് കട്ടിയില്ല പറയില്ല എന്നുള്ളത്. നമ്മുടെ ബേസ് നിങ്ങൾ ഒരു ഹാഫ് കെ ജി 1 ടൈം ഒന്ന് യൂസ് ചെയ്ത് നോക്കോ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ള ബേസിൽ നിന്നുള്ള ഡിഫറൻസ് മനസ്സിലാവും. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ബേസ് ആണ് കേട്ടോ. ഈ സോപ്പ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബേസ് ആണ് നമ്മുടെ ഗ്ലിസറിന്റെ സോപ്പ് ബേസ്. ഈ ബേസിലാവുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് സോപ്പുകളെല്ലാം കിട്ടാറുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബേസ് മേടിക്കാൻ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ആണ് വെയിറ്റിംഗിൽ ഉള്ളത് കേട്ടോ. അപ്പൊ നല്ല ബേസ് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ബേസ് വേണമെന്ന്. എല്ലാ ബേസും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏത് ബേസാണ് വേണ്ടത് വെച്ചെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും കിട്ടാത്തവരാണെങ്കിൽ. അപ്പൊ നമുക്ക് എല്ലാ ബേസും കട്ട് ചെയ്തെടുക്കാമേ. അപ്പൊ നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്ത് വെയിറ്റ് നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു വെയിറ്റ് മെഷീനിൽ നമുക്ക് 30 കിലോ വരെ മെഷർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നല്ല വെയിറ്റ് മെഷീനാണ്. പക്ഷെ ചെറിയ ചെറിയ ഗ്രാമുകളൊന്നും നമുക്ക് ഇതിൽ കിട്ടില്ല. വലിയ 30 കിലോ വരെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല അടിപൊളി വെയിറ്റ് മെഷീനാണ്. പിന്നെ നമുക്ക് ചെറുതൊക്കെ അളക്കാനാണെങ്കിൽ ഇതുപോലത്തെ വെയിറ്റ് മെഷീനാണ് കേട്ടോ നല്ലത്. ഇതിന്റെ രണ്ടിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എല്ലാവർക്കും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചോളൂ. പിന്നെ ഇതുപോലെ നമുക്ക് ബേസ് കട്ടർ വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിൽ കയറിയിട്ട് കേട്ടോ. ഷോപ്പിൽ കാണിക്കും. അപ്പൊ അതിൽ കയറി പർച്ചേസ് ചെയ്താൽ മതി. അപ്പൊ നമ്മളിപ്പോ ഇവിടെ 600 ഗ്രാം ബേസ് ആണ് കേട്ടോ എടുക്കുന്നത്. 6 സോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് 600 ഗ്രാമിനെക്കാട്ടും നമ്മൾ ഒരു 19 ഗ്രാമൊക്കെ കൂടുതൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ പാത്രത്തിൽ മെൽറ്റ് ആകുമ്പോൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു 6 സോപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 20 ഗ്രാം അല്ലെങ്കിൽ ഒരു 19 ഗ്രാമൊക്കെ കൂടുതൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ സോപ്പ് ബേസ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വെയിറ്റ് മെഷീൻ കേട്ടോ. അപ്പൊ നമുക്ക് സോപ്പ് ബേസിനെ മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഉലുവയുടെ പൗഡർ സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 6 ഗ്രാം ഉലുവ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വീട്ടിൽ പൊടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് പാക്കറ്റായിട്ട് ഉലുവ പൗഡർ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ആയുർവേദ കടകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ മേടിച്ചാൽ മതി. ഇനി നമുക്ക് അലോവേറയുടെ ജെല്ല് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഹണി ഉണ്ടെങ്കിൽ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം.
പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടർ ആണ് കേട്ടോ. ഈ ഉലുവയുടെ പൗഡർ മിക്സ് ആവുന്ന രീതിയിലുള്ള റോസ് വാട്ടർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇത് നമ്മുടെ മെൽറ്റായി വന്നിട്ടുള്ള സോപ്പ് ബേസിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ നമുക്ക് കട്ടകൾ പോലെയൊക്കെ ഉണ്ടാവും. നന്നായിട്ട് ഉടച്ചിട്ട് ചേർക്കാൻ പറ്റുവെച്ചെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഉലുവ പൗഡറിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ റോസ് വാട്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല കേട്ടോ. നമുക്ക് സാധാരണ പൗഡറുകൾ പോലെയല്ല, ഉലുവയ്ക്ക് ചെറിയൊരു കൊഴുപ്പ് പോലെയാണ് കേട്ടോ വരിക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ബേസിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വൈറ്റമിൻ ഒരു 3 ഡ്രോപ്പും അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു 5 ml ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഓയിലൂടെ കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഉലുവ പൗഡർ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട കട്ട പോലെ ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഡിസൈൻ പോലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സോപ്പ്. അപ്പം നമുക്ക് മുകളിലേക്ക് ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് 6 സോപ്പാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് 100 ഗ്രാമിൻ്റെ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ബബിൾസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതലുണ്ട്. ഇപ്പോൾ നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്താലും നമുക്ക് അത്ര അധികം അങ്ങോട്ട് പോവില്ല കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പം നമുക്കിനി ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉലുവയുടെ സോപ്പ് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഡിസൈനിലാണ് നമ്മുടെ സോപ്പ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിലിരുന്നിട്ട് സോപ്പൊക്കെ ചെയ്ത് സെയിൽ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കിറ്റുകൾ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ. ഉലുവ സോപ്പിൻ്റെ കിറ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സോപ്പുകൾ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാം. വീട്ടിൽ ചെറിയ രീതിയിലൊരു ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സോപ്പ് മേക്കിംഗ് ക്ലാസ്സുകൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സോപ്പുകൾ വീട്ടിൽ തന്നെ മേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിച്ച് സോപ്പ് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ ഹൈപ്പ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബൈ.